29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 2ാം ദിനമായി ഇന്ന് 67 ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഹോമേജ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന എം മോഹൻ സംവിധാനം ചെയ്ത രചന, ഉൽപ്പലേന്ദു ചക്രവർത്തി സംവിധാനം ചെയ്ത ചോക്ക്, സെന്റണിയൻ ട്രിബ്യൂട്ട് വിഭാഗത്തിൽ പി ഭാസ്കരൻ സംവിധാനം ചെയ്ത മൂലധരം എന്നിവയാണ് ഇന്നത്തെ ശ്രദ്ധേയ ചിത്രങ്ങൾ. മലയാളം സിനിമ ടുഡേ വിഭാഗത്തിൽ വിജയരാഘവൻ, ആസിഫ് അലി, അപർണ മുരളി എന്നിവർ അഭിനയിച്ച കിഷ്കിന്ധാകാന്ഡത്തിന്റെ പ്രദർശനം ഉച്ചതിരിഞ്ഞ് 3-ന് ന്യൂ തിയേറ്ററിൽ നടക്കും. വിവരങ്ങളുമായി അരുൺ സോളമൻ ചേരുന്നു. അരുൺ സോളമൻ, എങ്ങനെ പോകുന്നു? ഫിലിം ഫെസ്റ്റിവലൊക്കെ ഉദ്ഘാടന ദിവസം കഴിഞ്ഞ് നമ്മൾ ഡെലിഗേറ്റുകൾ, ചലച്ചിത്രമേളയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ ചലച്ചിത്ര ഭക്തവിശ്വാസികൾ എന്നാണ് പറയുന്നത്. മാലയിടുന്നത് പോലെ കഴുത്തിൽ ID കാർഡുമായി ഇങ്ങനെ നടക്കുന്ന മനുഷ്യരെ കാണാൻ തന്നെ ഒരു ചന്തമാണ്. ഇന്ന് ഏതൊക്കെ സിനിമകളാണ് പ്രധാനമായിട്ടും ഈ ഡെലിഗേറ്റുകൾ ഇടിച്ചു കയറി കാണാൻ ക്യൂ നിൽക്കാൻ സാധ്യതയുള്ളത്? അരുൺ സോളമൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. തലസ്ഥാന നഗരം വീണ്ടും സിനിമാ കാഴ്ചകൾ കൊണ്ട് അല്ലെങ്കിൽ സിനിമ പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം. ഇതിൽ പ്രധാനമായും ഇന്ന് ഇപ്പോൾ 67 ചിത്രങ്ങളാണ് ഇന്നിപ്പോൾ ഈ സിനിമാ പ്രേമികളുടെ മുന്നിൽ എത്തുന്നത്. ഇതിൽ തിയേറ്ററുകളിൽ നേരത്തെ തന്നെ ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മലയാള ചിത്രമായിരുന്നു കിഷ്കിന്ധാകാന്ഡം. അതുൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് ഇന്നിപ്പോൾ തിയേറ്ററുകളിൽ എത്തുക. ഇതിൽ എടുത്തു സൂചിപ്പിക്കേണ്ടത് അരുൺ, ബോംബെ ITIയിലെ ഗവേഷക വിദ്യാർത്ഥിയായിട്ടുള്ള ശിവരഞ്ജിനിയുടെ അവർ തന്നെ എഡിറ്റിങ്ങും അവർ തന്നെ തിരക്കഥയും സംവിധാനവും ചെയ്ത വിക്ടോറിയ എന്ന് പറയുന്ന ചിത്രം ഇന്ന് 12-15 കലാഭവനിൽ എത്തുകയാണ്. ഇത് ഏറെ സിനിമാ പ്രേമികൾ അടക്കമുള്ളവർ തന്നെ ഇതിൽ ഏറെ പ്രതീക്ഷ വെക്കുന്നുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥി, അവർ മലയാളി കൂടിയാണ് അവർ, ആ വിദ്യാർത്ഥിയുടെ സിനിമ ആദ്യ സിനിമയാണ്. ആ സിനിമ കാണാനായിട്ടുള്ള ആകാംക്ഷയോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം അടക്കമുള്ളവർ നമ്മളോട് സംസാരിച്ചവരൊക്കെയും പങ്കുവച്ചിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വിപുലമായിട്ട് തന്നെയാണ് ഈ സിനിമകൾ എത്തുന്നത്. ഇന്ന് 67 ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ എത്തുമ്പോൾ മലയാള ടുഡേയിലാണ് ഈ ശിവരഞ്ജിനിയുടെ ചിത്രം എത്തുന്നത്. അതിൽ തന്നെയാണ് കിഷ്കിന്ധാകാന്ഡവും. ഇതിൽ അന്താരാഷ്ട്ര ചലച്ചിത്ര മത്സര വിഭാഗത്തിൽ 2 മലയാള സിനിമകൾ ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട്. അതിൽ മലയാളി കൂടിയായിട്ടുള്ള ഇന്ദുലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഫാസിൽ മുഹമ്മദിൻ്റെയും ചിത്രങ്ങളാണ്. ഇന്ദുലക്ഷ്മിയുടെ അപ്പുറം ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. അതുപോലെ തന്നെ ഫാസിൽ മുഹമ്മദിൻ്റെ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രം കൂടി ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്തവണ കൺട്രി ഫോക്കസിൽ എത്തിയിരിക്കുന്നത് അർമേനിയൻ ചിത്രങ്ങളാണ്. 1 നൂറ്റാണ്ട് പിന്നിട്ട അർമേനിയൻ ചലച്ചിത്ര സംഭാവനയുടെ ഭാഗമായിട്ടാണ് 7 ചിത്രങ്ങളാണ് കൺട്രി ഫോക്കസിൽ പ്രദർശനത്തിന് എത്തുക. ഇത്തരത്തിൽ 58 ചിത്രങ്ങൾ ആദ്യമായിട്ട് വനിതാ സംവിധായകരുടെ 58 ചിത്രങ്ങൾ ഇത്തവണ IFFK പ്രദർശനം ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത കൂടി അരുൺ ഇത്തവണ ഈ ചലച്ചിത്ര മേളയ്ക്ക് ഉണ്ട്. താങ്ക് യു അരുൺ സോളമൻ. അരുൺ സോളമൻ റിപ്പോർട്ട് ചെയ്തപോലെ IFFKയിലേക്ക് വരുമ്പോൾ നമ്മൾ ചില ചിത്രങ്ങളും ചില സംവിധായകരും ഇങ്ങനെ നോക്കി വെക്കും. നമ്മുടെ ബ്രോഷറിൽ അവരുടെ പേരും ആ സിനിമയൊക്കെ കണ്ടാൽ ഇടിച്ചു കയറി നമ്മൾ ക്യൂ നിന്ന് കാണും. എത്രയെത്ര സിനിമകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ. ഒരു കാലത്ത് ഫിലിം ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ അതിനുവേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന ആളുകളുണ്ട്. നവംബർ ആകുമ്പോഴേ തന്നെ തീയതികൾ ഇങ്ങനെ കാത്തിരിക്കും. IFFKയുടെ രജിസ്ട്രേഷൻ വന്നാൽ ആദ്യത്തെ 1 മണിക്കൂറിൽ അവർ രജിസ്റ്റർ ചെയ്യും. ടിക്കറ്റും താമസിക്കാനുള്ള മുറികളും ഒക്കെ തയ്യാറാക്കി പിന്നീട് അങ്ങോട്ട് ചലച്ചിത്രമേള തീരുന്നതുവരെയുള്ള 1.5 ആഴ്ച അവർ തിരുവനന്തപുരത്ത് നഗരിയിൽ തന്നെ ഉണ്ടാവും. ഓരോ ചലച്ചിത്ര വേദിയിൽ നിന്നും സിനിമാ തിയേറ്ററിൽ നിന്നും അടുത്ത സിനിമാ തിയേറ്ററിലേക്ക്, കൂട്ടായ്മയിലേക്ക്, അവിടെയുള്ള വർത്തമാനങ്ങളിലേക്ക്, സാംസ്കാരിക പരിപാടികളിലേക്കൊക്കെ ആളുകൾ നീങ്ങുന്ന കാഴ്ചയുണ്ട്. യഥാർത്ഥത്തിൽ അത് സുന്ദരമായ ഒരു കാഴ്ചയാണ്. നമ്മളുടെ ബൗദ്ധിക വ്യായാമം നടത്തുന്നു. ഒരു കൂട്ടർ മാലയിട്ട് ശബരിമലയ്ക്ക് പോകുന്നു, ഒരു കൂട്ടർ കഴുത്തിൽ ID കാർഡ് മണിഞ്ഞ് IFFKയ്ക്ക് വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. വൈവിധ്യമാർന്ന കാഴ്ചകളാണ്, പക്ഷേ സുന്ദരമായ കാഴ്ചകളാണ് കേട്ടോ. ആ അർത്ഥത്തിൽ നവംബർ ഡിസംബർ മാസം കേരളത്തിൻ്റെ പൊതുസമൂഹം പൊതുവേ വൈബ്രൻ്റായി നിൽക്കുന്നൊരു സമൂഹം കൂടിയാണ്.